ഹായ് സ്റ്റുഡൻസ്, ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു സംഗതി അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ. ഓക്കെ, നമ്മൾ ഫോഴ്സ്ഡ് ഓസിലേറ്റർ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ പറഞ്ഞു. അതായത് ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിനെ നമ്മളൊരു പീരിയോഡിക് ഫോഴ്സ് കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ എന്നാണ് വിളിക്കുക. നമ്മളങ്ങനെ പറഞ്ഞു. ഇവിടെ അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്ററിൻ്റെ പ്രത്യേകത അവിടെ ഡാമ്പിംഗ് ഇല്ല. ഒരു ഫ്രിക്ഷൻലെസ് ഓസിലേറ്ററിലാണ് നമ്മൾ ഒരു പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഒരു പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓർ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിനെ നമ്മൾ പീരിയോഡിക് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുക. ഇവിടെ ഓസിലേറ്റർ ഡാംപ്ഡ് അല്ല, ഫ്രിക്ഷൻലെസ് ഐഡിയൽ ഓസിലേറ്റർ ആണ്. ഓക്കെ, ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഓസിലേറ്റർ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഓസിലേറ്ററിനെയാണ് നമ്മൾ അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് പറയുക. ഓക്കെ, അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്താണ്? എ ഫ്രിക്ഷൻലെസ് ഹാർമോണിക് ഓസിലേറ്റർ ഓൺ വിച്ച് എ ടൈം വാരിയിങ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോൺ ആസ് അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിലാണ് നമ്മൾ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അത് അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്നാണ് പറയുക. എന്നാൽ ഒരു ഡാംപ്ഡ് ഓസിലേറ്ററിലാണ് നമ്മൾ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ ഓർ ഡ്രിവൺ ഓസിലേറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡാമ്പിംഗ് ഇല്ല എന്നുള്ളതാണ്. അതായത് ആംപ്ലിറ്റ്യൂഡോ അല്ലെങ്കിൽ എനർജിയോ ഒന്നും ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് ഡിക്രീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയായിരിക്കും? ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ നേരത്തെ പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓർ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ കണ്ടു. അതിലെ ഇക്വേഷൻ ഓഫ് മോഷനിലെ ആ ഒരു ഡാമ്പിങ്ങിൻ്റെ ആ ഒരു ടേം -BV ആയിരുന്നു അല്ലേ? ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ബി ആണെങ്കിൽ -BV ആയിരുന്നു. അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദ അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ ആയിരിക്കും. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ പ്രാക്ടിക്കൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്ററിൽ mx∬ is equal to -BV -KX + F0 cos omega t ആണ്. ഇവിടെ അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ ആയതുകൊണ്ട് തന്നെ ഡാമ്പിംഗ് ഇല്ല അല്ലേ? അപ്പോൾ -BV ഒഴിവാക്കി ബാക്കി എന്തേ ഉള്ളൂ? mx∬ is equal to -KX + F0 cos omega t ഉള്ളൂ. ഈ -KX-നെ ഞാൻ ലെഫ്റ്റ് എടുത്തു, അപ്പോൾ അത് പ്ലസ് ആയി. mx∬ + KX is equal to F0 cos omega t എന്ന് കിട്ടി. ഇവിടെ നേരത്തെ പ്രാക്ടിക്കൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്ററിൽ പറഞ്ഞതുപോലെ തന്നെ F0 cos omega t ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്, അതൊരു പീരിയോഡിക് ഫോഴ്സ് ആണ് അല്ലേ? പിന്നെ F0 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ഇതിനകത്ത് F0 ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്, ഒമേഗ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ആണ്. അതെല്ലാം നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, ഡാമ്പിംഗ് ഇല്ല. അതുകൊണ്ട് -BV എന്ന് പറയുന്ന ടേം ഒഴിവാക്കി കളയാം. ഇനി നോക്കുക, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കൊസൈൻ ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അല്ലേ ഒരു കൊസൈൻ ഫംഗ്ഷൻ വരണം, അപ്പോഴേ ആ ഒരു ഇക്വേഷൻ ശരിയാവുള്ളൂ. നമുക്ക് ഹിയർ RHS ഓഫ് ദി ഇക്വേഷൻ വാരീസ് ഇൻ ടൈം ആസ് cos omega t. ലെറ്റ് LHS ആൾസോ ഹാവ് സിമിലർ ഡിപ്പെൻഡൻസ്. LHSും അതേ ഒരു ഡിപ്പെൻഡൻസ് കാണിക്കുന്നു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നോക്കുക, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എക്സിന് A cos omega t എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു കൊസൈൻ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LHSൽ. സോ ലെറ്റ് x is equal to A cos omega t in equation 1. Then we get, നോക്കുക, അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് A cos omega t കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ x∬ കൂടി വേണം LHSൽ. അപ്പോൾ x∬ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ x കാണുക, dx/dt. അത് എത്ര വരിക? A കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തി cos omega t ചെയ്യുമ്പോൾ -ω sin omega t ആണ് വരിക അല്ലേ? അപ്പോൾ എന്ത് വരും? -ω sin omega t, അതായിരിക്കും x ഡോട്ട്. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ d²x/dt² അല്ലെങ്കിൽ x∬ കിട്ടും. അത് എത്ര കിട്ടുക? -ω അവിടെ നിർത്തി. പിന്നെ ഇവിടെ ഉള്ളത് sin omega t ആണ്. sin omega t ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? cos omega t × ഒമേഗ അല്ലേ? ആ ഒമേഗയും ഇവിടുത്തെ -ω മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -ω² cos omega t എന്ന് കിട്ടും അല്ലേ? അപ്പോൾ x∬ കിട്ടുന്നത് -ω² cos omega t ആണ്. അപ്പോൾ നമുക്ക് x is equal to A cos omega t യും x∬ is equal to -ω² cos omega t യും നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇക്വേഷൻ 1 എങ്ങനെയായിട്ട് മാറും നോക്ക്? m × x∬ സ്ഥാനത്ത് -ω² cos omega t പ്ലസ് k × x-ൻ്റെ സ്ഥാനത്ത് A cos omega t is equal to F0 cos omega t എന്ന് കിട്ടും. ഇവിടെ നോക്ക്, A cos omega t രണ്ട് ടേമിലും കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ബാക്കി ഫസ്റ്റ് ടേമിലുള്ളത് -mω² ആണ് അല്ലേ? -mω² ആണ്. പ്ലസ് സെക്കൻഡ് ടേമിൽ k ആണുള്ളത്. പിന്നെ A cos omega t പുറത്തിരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു F0 cos omega t എന്ന് കിട്ടും. രണ്ട് സൈഡിലും cos omega t ഉണ്ട്, ക്യാൻ ബി
ക്യാൻസൽഡ്. ബാക്കി നോക്കി നോക്ക്, ഇവിടെ എ ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എയുടെ കൂടെയുള്ള മൈനസ് എം ഒമേഗ സ്ക്വയർ പ്ലസ് കെനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എ സി ഈക്വൽ ടു എന്ത് വന്നു, F0 മൈനസ് എം ഒമേഗ സ്ക്വയർ പ്ലസ് കെ എന്ന് പറയുന്നത് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എ സി ഈക്വൽ ടു F0 കെ എം ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്നത് ഇവിടെ ഈ കെ മൈനസ് എം ഒമേഗ സ്ക്വയർ എന്നുള്ള ആ ഒരു രണ്ട് ടേമിൽ നിന്ന് ഞാൻ എം പുറത്തേക്ക് എടുക്കുകയാണ്. എം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എ സി ഈക്വൽ ടു എന്താവും, F0 എം ഇൻറ്റു ഇവിടെ കെയിൽ നിന്ന് എം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഇവിടെ എന്ത് എഴുതണം, കെ ബൈ എം മൈനസ് എം ഒമേഗ സ്ക്വയർ എന്ന് ഒമേഗ എം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒമേഗ സ്ക്വയർ ആണ്. ഇനി നമുക്കറിയാം കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗ 0 സ്ക്വയർ ആണ്. ഒമേഗ 0 നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി ആണെങ്കിൽ അല്ലേ. അപ്പോൾ ഈ കെ ബൈ എമ്മിന് ഞാൻ ഒമേഗ 0 സ്ക്വയർ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ സി ഈക്വൽ ടു F0 എം ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. ഇനി ഇക്വേഷൻ 2 എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ അല്ലേ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ള എക്സ് കിട്ടും. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, എ സി ഈക്വൽ ടു F0 എം ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നുള്ളത് ഈ എക്സ് സി ഈക്വൽ ടു എ കോസ് ഒമേഗ ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പറഞ്ഞതുപോലെ നമ്മൾ ആ ഇക്വേഷൻ 2 എ സി ഈക്വൽ ടു F0 എം ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സി ഈക്വൽ ടു എ കോസ് ഒമേഗ ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എക്സ് സി ഈക്വൽ ടു എന്ത് വരും, എയുടെ സ്ഥാനത്ത് F0 എം ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇതാണ് ഒരു അൺഡാംപ്ഡ് ഡ്രിവൺ ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ടി ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല. കാരണം ഇതൊരു ഫ്രിക്ഷൻലെസ് ഓസിലേറ്റർ മാത്രമാണെങ്കിൽ, ഒരു ഫോഴ്സ്ഡ് ഓസിലേറ്റർ അല്ല, ഒരു ഫ്രിക്ഷൻലെസ് ഓസിലേറ്റർ മാത്രമാണെന്ന് കരുതുക. നമ്മൾ പീരിയോഡിക് ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ അതിൻ്റെ സൊല്യൂഷൻ, അതായത് എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അല്ലേ, നമ്മളൊരു പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ ഫ്രിക്ഷൻലെസ് ഓസിലേറ്റർ മാത്രമാണെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടതാണ്. അത് ബി കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ആ സൊല്യൂഷൻ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രമാണ് ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആവുള്ളൂ. ഒരു അൺഡാംപ്ഡ് ഫ്രിക്ഷൻലെസ് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3 ഈസ് ദ സൊല്യൂഷൻ ഓഫ് ആൻ അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ, ബട്ട് ദിസ് സൊല്യൂഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. കംപ്ലീറ്റ് സൊല്യൂഷൻ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു F0 എം ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി ഉണ്ട്, പ്ലസ് ഈ ബി കോസ് ഒമേഗ ടി പ്ലസ് 5 കൂടി അവിടെ ആഡ് ചെയ്യണം. വേർ ബി കോസ് ഒമേഗ ടി പ്ലസ് 5 ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഫോർ ദ ഫ്രിക്ഷൻലെസ് ഓസിലേറ്റർ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഫ്രിക്ഷൻലെസ് ഓസിലേറ്റർ ഈ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0ൻ്റെ ഒരു ജനറൽ സൊല്യൂഷനാണ് ഈ ബി കോസ് ഒമേഗ ടി പ്ലസ് 5. അതുകൂടി ചേർത്താൽ മാത്രമാണ് അൺഡാംപ്ഡ് ഡ്രിവൺ ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന ഈ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് എക്സ്പൊണൻഷ്യലി ഡിക്രീസസ് വിത്ത് ടൈം, അല്ലെങ്കിൽ അത് ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറയും. ഓക്കെ, അങ്ങനെ കുറഞ്ഞ് സ്റ്റഡി സ്റ്റേറ്റിൽ ആ ബിയുടെ വാല്യൂ 0 ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ഓഫ് എ ഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് നമുക്ക് പറയാം. ഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ ആണ് പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ അതിൻ്റെ കേസിൽ ഈ ബി ഏതാണ്ട് 0 ആവും എന്ന് പറയാം. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ഓഫ് ദ ഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ ഓർ പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത് എത്ര വരിക, എക്സ് ഇസ് ഈക്വൽ ടു F0 എം ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ഇത് ഒഴിവായ ബാക്കി അത്രയല്ലേ ഉണ്ടാവും. നമുക്ക് ഫോർ ഡാംപ്ഡ് സിസ്റ്റം ദിസ് ബി വുഡ് ഡിക്രീസ് എക്സ്പൊണൻഷ്യലി ഇൻ ടൈം, സോ വി ഗെറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ഓഫ് എ പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ ആസ് എക്സ് ഇസ് ഈക്വൽ ടു F0 എം ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഒരു അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മളൊരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ക്വാളിറ്റി ഫാക്ടർ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ടു ദ എനർജി ഡിസിപ്പേറ്റഡ് പെർ റേഡിയൻ ഓഫ് മോഷൻ. നമ്മൾ പറഞ്ഞതാണ്, അത് ചെയ്തപ്പോൾ Q is equal to നമുക്ക് ഒമേഗ 0 ഗാമ എന്ന് കിട്ടി. ഒമേഗ 0 നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്, ഗാമ എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് 2 ടേംസ് കൂടിയുണ്ട്, റിലാക്സേഷൻ ടൈമും ലോഗരിതമിക് ഡിക്രിമെൻറ്റും. ഇത് രണ്ടും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ക്വാളിറ്റി ഫാക്ടർ, റിലാക്സേഷൻ ടൈം, ലോഗരിതമിക് ഡിക്രിമെൻറ്റ്, ഇതൊക്കെ കാണാൻ പ്രോബ്ലംസിൽ വരാറുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ റിലാക്സേഷൻ ടൈം എന്താണെന്ന് പറയാം. നമ്മൾ ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ഇസ് ഈക്വൽ ടു A0 e raised to minus KT എന്ന് എഴുതാം എന്ന് നമ്മൾ പറഞ്ഞു. വെർ K is equal to gamma by 2 ആണെങ്കിൽ. ഓക്കെ,
അപ്പോൾ അതിനകത്തെ A0 എന്ന് പറയുന്നത് ഒറിജിനൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡാണ്. ഇപ്പോൾ ഒരു ടൈമിൽ ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1/e ടൈംസ് ഓഫ് ദ ഇനീഷ്യൽ ഒറിജിനൽ ആംപ്ലിറ്റ്യൂഡ് ആവുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ A0 ആണ് ഇനീഷ്യൽ ഒറിജിനൽ ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ 1/e ഇൻറ്റു A0/e ആംപ്ലിറ്റ്യൂഡ് ആവാൻ എടുക്കുന്ന ടൈമിനെയാണ് കുറയുകയാണ് ചെയ്യുക. അല്ലെ, ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞ് A0/e ആവാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ഓക്കെ, നോക്കുക. It is the time required for the amplitude to decrease to 1/e time of its initial original value. Okay, initial original value of the amplitude ആയിട്ടുള്ള A0ൻ്റെ 1/e ടൈംസ് ആവാൻ ആംപ്ലിറ്റ്യൂഡ് ആവാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് A = A0 e - kt ആണെന്ന് അറിയാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ അറ്റ് ദ ടൈം t, വേർ k = γ/2 ആണ്. ഓക്കെ, A0 ഇനീഷ്യൽ ഒറിജിനൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ A എന്താവണം, A0/e ആവാൻ എടുക്കുന്ന ടൈം. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഞാൻ A0/e എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ A0/e = A0 e - kt ആയി. A0 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 1/e എന്നുള്ളത് e - 1 എന്ന് എഴുതാം. e - 1 = e - kt ആണ്. അപ്പോൾ നമുക്ക് 1 = kt അല്ലെങ്കിൽ kt = 1 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് t = എത്ര കിട്ടുന്നത്, 1/k എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഒറിജിനൽ ആംപ്ലിറ്റ്യൂഡ് A0ൻ്റെ 1/e ടൈം ആവാൻ ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം 1/k ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിലാക്സേഷൻ ടൈം. ഓക്കെ, k എന്ന് പറയുന്നത് നമുക്കറിയാം ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ് അല്ലേ. ഈ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റെ റെസിപ്രോക്കലാണ് സത്യത്തിൽ എന്ത്, ഈ റിലാക്സേഷൻ ടൈം വരുന്നത്. ഓക്കെ, അപ്പോൾ റിലാക്സേഷൻ ടൈം ഈസ് 1/k ആണ് കിട്ടുന്നത്. റെസിപ്രോക്കൽ ഓഫ് ദ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ് കിട്ടുന്നത്. Usually this relaxation time is denoted by tau. ഈ റിലാക്സേഷൻ ടൈമിനെ നമ്മൾ ടോ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ ടിക്ക് പകരം ടോ എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ റിലാക്സേഷൻ ടൈം ടോ = നമുക്ക് എന്ത് കിട്ടുന്നു, 1/k എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി k നമുക്കറിയാലോ γ/2 ആണ്. k = γ/2 ആണ്. k എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റും ഗാമ എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റുമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/k എന്ന് പറയുമ്പോൾ എന്ത് വരും, 2/γ. അപ്പോൾ ടോ = എത്ര വരുന്നത്, 2/γ എന്ന് വരുന്നു. അപ്പോൾ റിലാക്സേഷൻ ടൈം ഓഫ് ദ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന് ഈ രണ്ട് ഇക്വേഷനും പഠിക്കുക, രണ്ട് ഫോർമുലകൾ പഠിക്കുക. ടോ = 1/k, ടോ = 2/γ, where k is ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ്, ഗാമ ഈസ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അടുത്തതായിട്ട് ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഓഫ് എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണ് പറയുന്നത്. നമുക്ക് ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ടൈം പീരീഡ് എന്താണെന്ന് അറിയാം. ഒരു ഓസിലേഷൻ പൂർത്തിയാവാൻ എടുക്കുന്ന ടൈമാണ്. റിലാക്സേഷൻ ടൈം എന്താണെന്നും അറിയാം. ആംപ്ലിറ്റ്യൂഡ് ഒറിജിനൽ വാല്യൂവിൻ്റെ 1/e ടൈംസ് ആയിട്ട് ഡിക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈമാണ്. ഈ ടൈം പീരീഡിൻ്റെയും റിലാക്സേഷൻ ടൈമിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് എന്ന് പറയുക. ഓക്കെ, ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടൈം പീരീഡ് ടു ദ റിലാക്സേഷൻ ടൈം ഓഫ് എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടൈം പീരീഡ് ഓഫ് എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ടു ഇറ്റ്സ് റിലാക്സേഷൻ ടൈം. ലോഗരിതമിക് ഡിക്രിമെൻറ്റിനെ സാധാരണ നമ്മൾ ലാംഡ എന്നുള്ള ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലാംഡ = ടൈം പീരീഡ് t ആണ്, റിലാക്സേഷൻ ടൈം ടോ ആണ്. അങ്ങനെ തന്നെ എഴുതണം, t/τ. ഓക്കെ, ഇവിടെ ടോ റിലാക്സേഷൻ ടൈം നമ്മൾ കണ്ടു 1/k അല്ലെങ്കിൽ 2/γ ആണ്. ഞാൻ തൽക്കാലം ടോയ്ക്ക് 2/γ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്താ വരിക, t/2/γ. അപ്പോൾ അതെന്ത് വരും, ഈ ബൈഗാമ മുകളിലേക്ക് ചാടും അല്ലേ. അപ്പോൾ എന്ത് വരും, ലാംഡ = γ/t/2. അപ്പോൾ നമുക്ക് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് ഗാമ, ടൈം പീരീഡ് തന്നിട്ടുണ്ട് t. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലോഗരിതമിക് ഡിക്രിമെൻറ്റ് കിട്ടും. അതിന് കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ നേരത്തെ റിലാക്സേഷൻ ടൈം പറഞ്ഞു. ആ റിലാക്സേഷൻ ടൈമിനെ നമ്മൾ മോഡുലസ് ഓഫ് ഡീകേ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, റിലാക്സേഷൻ ടൈം ഓഫ് എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ആൾസോ നോൺ ആസ് മോഡുലസ് ഓഫ് ഡീകേ. അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ, റിലാക്സേഷൻ ടൈം, ലോഗരിതമിക് ഡിക്രിമെൻറ്റ്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നും ഉൾപ്പെടുന്ന പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ അത്തരത്തിലുള്ള 1-2 പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്യാം. ഒരു പ്രോബ്ലം നോക്കുക. When a paperweight suspended from a rubber band had a period of 1.2 seconds and the amplitude of oscillation decreased by a factor of 2 after 3 periods, find quality factor. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണ്. പീരീഡ് തന്നിട്ടുണ്ട് t 1.2 സെക്കൻഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ
ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് A0 ആണ് എടുക്കുന്നതെങ്കിൽ ഡിക്രീസ്ഡ് ബൈ 2 ഫാക്ടർ എന്ന് പറയുമ്പോൾ A0/2 ആയിട്ട് കുറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിലെ ആംപ്ലിറ്റ്യൂഡ് AC = A0 e - KT ആണ് എന്ന് നമുക്കറിയാം. ഇവിടെ A എന്ന് പറയുന്നത് A0/2 ആണ് അല്ലേ. പിന്നെ എത്ര ടൈം കൊണ്ടാണ് അങ്ങനെ കുറയണത്? ആഫ്റ്റർ 3 പീരിയഡ്സ്, 3 പീരിയഡ്സിന് ശേഷം. അപ്പോൾ പീരീഡ് നമ്മൾ ക്യാപിറ്റൽ T എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ T എത്ര കൊടുക്കണം? 3 × T എന്ന് കൊടുക്കണം. 3 പീരിയഡ്സ് ആണ്, 3T, 3 × 1.2 ആണ് അല്ലേ പീരിയഡ്, 1.2 സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6 സെക്കൻഡ്. അപ്പോൾ 3.6 സെക്കൻഡ് കൊണ്ടാണ് ഈ 2 ഫാക്ടർ അല്ലേ 2 ഫാക്ടർ കുറവ് ഈ ഒരു ആംപ്ലിറ്റ്യൂഡിന് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എയുടെ സ്ഥാനത്ത് A0/2 എന്നും ടിയുടെ സ്ഥാനത്ത് 3.6 എന്നും കൊടുക്കാം അല്ലേ. അപ്പോൾ എന്തുവരും? A0/2 = A0 e - 3.6K. രണ്ട് സൈഡിലും A0 ഉണ്ട്, ക്യാൻ ബി ക്യാൻസൽഡ്. 1/2 = e - 3.6K, നമുക്ക് 1/e3.6K എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ e3.6K = 2 എന്നാണ് കിട്ടുന്നത്. രണ്ട് സൈഡിലും നമ്മൾ എക്സ്പോണൻഷ്യൽ ലോഗരിതം എടുക്കുകയാണ്. എക്സ്പോണൻഷ്യൽ ലോഗരിതം e3.6K = എക്സ്പോണൻഷ്യൽ ലോഗരിതം 2 എന്ന് കിട്ടും. എക്സ്പോണൻഷ്യൽ ലോഗരിതം e3.6K എന്ന് പറയുമ്പോൾ 3.6K ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ലോഗരിതം 2. therefore K is equal to exponential logarithm 2/3.6 എന്ന് കിട്ടും. ഇനി ഗാമ is equal to 2K ആണ് എന്ന് നമുക്കറിയാം അല്ലേ. K is equal to gamma/2 ആണ്. അപ്പോൾ ഗാമ is equal to 2K ആണ്. അപ്പോൾ നമുക്ക് Kയുടെ സ്ഥാനത്ത് ഇത് കൊടുത്താൽ ഗാമ is equal to 2 log E2/3.6 എന്ന് കിട്ടും. ഗാമ is equal to ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.39 സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് കിട്ടുക. ഇനി നമുക്കറിയാം ക്വാളിറ്റി ഫാക്ടർ Q is equal to ω/ഗാമയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ എന്ന് പറയുമ്പോൾ 2π/ ടൈം പീരീഡ് T. ടൈം പീരീഡ് T ഇവിടെ 1.2 ആയതുകൊണ്ട് തന്നെ 2π/1.2 എന്ന് എഴുതാം. ബൈ ഗാമ 0.39. അപ്പോൾ ഇത് ചെയ്യുക. 2π/1.2 0.39 ചെയ്ത് നോക്കുക. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ Q is equal to നമുക്ക് 13 എന്ന് കിട്ടും. യൂണിറ്റ് ഒന്നുമില്ല കേട്ടോ ക്വാളിറ്റി ഫാക്ടറിൽ, ശ്രദ്ധിക്കണം. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ നമുക്ക് 13 എന്നാണ് ഇവിടെ കിട്ടുന്നത്. മറ്റൊരു പ്രോബ്ലം നോക്കാം. The quality factor of a sonometer wire is 2 × 10⁻³ On plucking it makes 240 per second. Calculate the time in which the amplitude decreases to half the initial value. അപ്പോൾ ഇവിടെ ക്വാളിറ്റി ഫാക്ടർ Q തന്നിരിക്കുന്നു 2 × 10⁻³ ആണ്. പിന്നെ ഈ 240 per second എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയാണ്, ന്യൂ ആണ്. 240 സെക്കൻഡ് ഇൻവേഴ്സ് ന്യൂ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് A എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ A0ൻ്റെ ഹാഫ് ആണ്. അപ്പോൾ A0/2 ആണ്. ഇവിടെ A എന്ന് പറയുന്നത് A0/2 ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ന്യൂ 240 സെക്കൻഡ് ഇൻവേഴ്സ്. അതിന് ഒമേഗ കാണാം. ഒമേഗ 2π ന്യൂ ആണ്. അപ്പോൾ 2π × 240 ദാറ്റ് ഈസ് ഒമേഗ is equal to 480π എന്ന് കിട്ടും. ഇനി നമുക്ക് ക്വാളിറ്റി ഫാക്ടർ കാണുന്നുള്ള എക്സ്പ്രഷൻ അറിയാം. Q is equal to ω/ഗാമയാണ്. അതിന് ഗാമ is equal to ω/Q എന്ന് എഴുതാം അല്ലേ. ഒമേഗയുടെ സ്ഥാനത്ത് 480π എന്നും കൊടുത്തു. Q തന്നിരിക്കുന്നു 2 × 10⁻³ അതും കൊടുത്തു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഗാമ is equal to 480/2 240 ആണ് അല്ലേ. 240π ഈ ബൈ 10⁻³ മുകളിലേക്ക് പോകുമ്പോൾ 10⁻³ വരും. അത്രയും സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗാമ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം A is equal to A0 e - gamma/2t ആണ്. A0 e - KT, K gamma/2 ആണല്ലോ. ഓക്കെ, ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഇവിടെ A എന്ന് പറയുന്നത് A0/2 ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഞാൻ A0/2 കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു A0 e - gamma/2t എന്ന് വരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ A0 രണ്ട് സൈഡിലുണ്ട്, ക്യാൻ ബി ക്യാൻസൽഡ്. ബാക്കി 1/2 is equal to 1/e gamma/2t എന്ന് കിട്ടും. അതിന് e gamma/2t is equal to 2 എന്ന് കിട്ടും. നോക്ക്, ഇവിടെ രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുന്നു. log e gamma/2t is equal to log e2 എന്ന് വരും. e gamma/2t എക്സ്പോണൻഷ്യൽ ലോഗരിതം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് gamma/2t ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ലോഗരിതം 2. അതിന് t is equal to ഈ gamma/2 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ 2/gamma ആയിട്ട് മാറും. log e2 എന്ന് വരും. അപ്പോൾ t is equal to 2 log e2 ഗാമയുടെ സ്ഥാനത്ത് 240π × 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ t is equal to നമുക്ക് എന്താ കിട്ടുക? 1.8 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഹാഫ് ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ ആവാൻ ഇവിടെ 1.8 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത് എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിലാക്സേഷൻ ടൈം കണ്ടുപിടിക്കാം. റിലാക്സേഷൻ ടൈം എത്രയാണ്? ടോ is equal to 2/gamma എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഗാമ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ റിലാക്സേഷൻ ടൈം കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/240π × 10⁻³ ചെയ്താൽ മതി. നമുക്ക് റിലാക്സേഷൻ ടൈം ഇത്ര സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി വേണമെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ലാംഡ കാണാം അല്ലേ. ലാംഡ കാണാൻ T/ റിലാക്സേഷൻ ടൈം ടോ ചെയ്താൽ മതി അല്ലേ. T നമുക്ക് കിട്ടുമല്ലോ, കാരണം ന്യൂ 240 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1/nu ആണ് അല്ലേ. 1/nu ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടി കിട്ടും. പിന്നെ ടോ 2/γ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോഗരിതമിക് ഡിക്രിമെൻറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ക്വാളിറ്റി ഫാക്ടർ മാത്രമല്ല റിലാക്സേഷൻ ടൈമും അതുപോലെ ലോഗരിതമിക് ഡിക്രിമെൻറ്റും ഒക്കെ കാണാൻ വേണ്ടി പറയും. ഈ ചാപ്റ്ററിൽ വേറെ ഒട്ടനവധി പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലൊക്കെ ധാരാളം പ്രോബ്ലംസ് എക്സസൈസ് ആയിട്ട് അതൊക്കെ ചെയ്ത് പഠിക്കുക. താങ്ക് യു.